ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നത്ര നല്ല സോഫ്റ്റായ ഒരു റവ ഉപ്പുമാവാണ്. വളരെ ഭംഗി പോലിരിക്കുന്ന റവ ഉപ്പുമാവാണ് നമ്മളിന്ന് റെഡിയാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാം. പല വിധത്തിൽ നമുക്ക് ഉപ്പുമാവ് റെഡിയാക്കാം. ഒരു രീതി ഇതാണ്. അപ്പോൾ നമ്മൾ ഒന്ന് വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെയാണ് ഈ റവ ഉപ്പുമാവ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി സ്റ്റൗ കത്തിച്ച് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത്തിരി ചൂട് കട്ടിയുള്ള ചീനച്ചട്ടിയോ പാനായാലും കുഴപ്പമില്ല. വെച്ച് നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കശുവണ്ടിട്ടിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അത് ഉപ്പുമാവിൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് വറുത്ത് കോരി മാറ്റാം. ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. ഉഴുന്നുപരിപ്പും ചേർത്തിട്ടുണ്ട്. ഇനി രണ്ടും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഉഴുന്നുപരിപ്പ് ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സവാള വളരെ നൈസായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. വളരെ നൈസായിട്ട് അരിഞ്ഞത് ചേർക്കുക. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറിയ ക്യാരറ്റ് വളരെ പൊടിയായി അരിഞ്ഞ് അതുകൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 2-3 ബീൻസ് നീളത്തിലൊന്ന് അരിഞ്ഞ് ചരിച്ചരിയുക. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും. അതും കൂടി ചേർക്കുക. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഈ വെജിറ്റബിൾ ഒന്ന് വെന്ത് കിട്ടണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയോ നെയ്യൊക്കെ ഇത്തിരിയും കൂടി ചേർക്കണമെങ്കിൽ ഇത്തിരിയും കൂടി നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ നെയ്യും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിതുപോലെ ഒന്ന് അമർത്തി വെച്ചതിന് ശേഷം ഇത് വെജിറ്റബിൾ ഒന്ന് വേകാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കാം. 1 മിനിറ്റ് കഴിഞ്ഞ് ഒന്നും കൂടി തുറന്ന് നോക്കിയിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുക. ഒന്ന് നന്നായിട്ടൊന്ന് വാടി കിട്ടണത്. അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത ശേഷം 1 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ 1 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. അപ്പോൾ സ്റ്റവ് സിമ്മിലിടുക. ഇപ്പോൾ വെജിറ്റബിളും ഏകദേശം വെന്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് റവയാണ് എടുത്തിരിക്കുന്നത്. അത് അതിലേക്ക് ചേർത്ത് ഇനി ഇതിൽ കിടന്ന് ഈ റവ നന്നായിട്ട് ഈ നെയ്യും വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വരും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ പച്ചക്കറിയും വേകും, നമ്മുടെ റവയും വേകും. എല്ലാം നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടിക്കഴിയുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇത് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും സാധാരണ നമ്മൾ വെള്ളത്തിലോട്ടല്ലേ റവ ഇടണം എപ്പോഴും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്ത് കഴിയുമ്പോൾ നല്ല വേറൊരു ടേസ്റ്റാണ് നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിയുമ്പോൾ. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. ഇപ്പോൾ നമുക്കൊന്ന് ചെറിയൊരു കളറിന് വേണ്ടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ചേർത്താൽ മതി. അപ്പോൾ എനിക്കൊരു ചെറിയൊരു മഞ്ഞ കളർ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ നമ്മളൊരു 1.5 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ച് വരട്ടെ. പിന്നെ ഈ റവയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളം തിളച്ച വെള്ളത്തിൽ നിന്ന് 1.5 ഗ്ലാസ് വെള്ളം എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം തന്നെ ചേർക്കണം. 1 ഗ്ലാസ് റവയാണ്. അപ്പോൾ നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് സിമ്മിലിട്ട് അടച്ചു വെക്കാം. 2 മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ. അപ്പോൾ റവ വേകും. ഒന്ന് വെള്ളമൊക്കെ എല്ലാം വറ്റി റവ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ റവ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ 2-3 പ്രാവശ്യം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുക. ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ അങ്ങനെ
അങ്ങനെ എടുക്കണം. അപ്പോൾ നല്ല റവ നന്നായിട്ട് വേകുകയും ചെയ്യുമ്പോൾ നമ്മുടെ വയറിനൊന്നും ഒരു കേടും വരില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതേപോലെ ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്നും കൂടി ഒരു 1-2 മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെക്കുമ്പോൾ റവ നല്ല ഡ്രൈ ആയിട്ട് വരും. ഇപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇതേപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി നമ്മുടെ ചൂട് കൊണ്ട് തന്നെ ഒന്നും കൂടി അത് വിട്ട് വരും. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ കാഷ്യൂനട്ടും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. നമ്മൾ നല്ല അടിപൊളി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്. ഇത് വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും, അത്രയും സോഫ്റ്റാണ്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയേക്കണം. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അപ്പോഴല്ലേ നമുക്കിതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ, വ്യത്യാസം അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ അടിയിലൊന്നും പിടിച്ചിട്ടില്ല, കണ്ട നല്ല ചീനച്ചട്ടിയൊക്കെ നല്ല ക്ലീനായിട്ടിരിപ്പുണ്ട്. അപ്പോൾ നല്ല ഒട്ടും അടിയിലൊന്നും പിടിക്കാതെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കണം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയാലും വൈകിട്ടായാലും ഇത് ചീത്തയുകയുമില്ല, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇതിങ്ങനെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം. ഇനി ഞാനിത് ഒരു 10 മിനിറ്റ് ഒന്ന് ഇലയിൽ പൊതിഞ്ഞ് വെക്കും. അപ്പം നമ്മൾ പൊതിച്ചോറ് കഴിക്കുന്ന പോലെ നമുക്ക് കഴിക്കാം. അത് വേറൊരു ഫ്ലേവറാണ്. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ടൊന്ന് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിതൊന്ന് ഒരു വാഴയില എടുത്തൊന്ന് വാട്ടി കഴിഞ്ഞിട്ട്, വാഴയില ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇലയിലേക്ക് ഈ ചൂടോടുകൂടി തന്നെ ഇതങ്ങോട്ട് മാറ്റുക. സാധാരണ നമ്മൾ ചോറ് പ്ലേറ്റിൽ കഴിക്കണതും പൊതിച്ചോറായിട്ട് നമ്മൾ വാഴയിലൊക്കെ പൊതിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഓഫീസിലൊക്കെ കൊണ്ടുപോയി കഴിക്കുമ്പോൾ നല്ല മണമല്ലേ, നമ്മൾ തുറന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് ഒരു ടെൻഡൻസി വരും. അതേപോലെയാണ് ഈ ഉപ്പുമാവ്. ഇതേപോലെ ഉണ്ടാക്കി ചൂടോടുകൂടി തന്നെ നമുക്കൊന്ന് പൊതിഞ്ഞ് വെക്കാം. അപ്പോൾ സമയമുണ്ടെങ്കിൽ ചായ ഇളക്കണ നേരം മതി, ഒരു 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് പൊതിഞ്ഞ് വെക്കുക. പക്ഷേ ആ ഇല ഒന്ന് വാടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വെളിച്ചെണ്ണ നെയ്യൊക്കെ ചേർത്തേക്കണ കാരണം ഇതൊന്ന് പൊതിഞ്ഞ് വെച്ചിട്ടൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കി അതൊന്ന് കഴിച്ച് നോക്കണം. അതിൻ്റെ ഒരു വ്യത്യാസമാണ്, അടിപൊളി ടേസ്റ്റാണ്. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ? ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. ഒരു വാഴയിലുള്ളവർ അങ്ങനെ ചെയ്ത് നോക്കുക, അല്ലാത്തവർ സാധാരണ കഴിച്ചാലും മതി. അപ്പോൾ റെസിപ്പി ഇഷ്ടമായ ലൈക്കെങ്കിലും ചെയ്യുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരാം.